എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു കുറുമയാണ്. ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഗ്രീൻ പീസ് കുറുമ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമ്മളിന്ന് ഈ കുറുമ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ടാണ്. ഒരു കപ്പ് 8 മണിക്കൂർ കുതിർത്ത വെള്ളക്കടല കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും ഒരു സവാളയും 2 കീറിയ പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. 1 കപ്പ് കടലയ്ക്ക് 2.5 കപ്പ് മുതൽ 3 കപ്പ് വരെ വെള്ളം നമുക്ക് വേവിക്കുമ്പോൾ ചേർക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് ഗരം മസാല രണ്ടും ഒരു 1/4 ടീസ്പൂണോളം നിങ്ങൾക്ക് എടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇനി പ്രഷർ കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വേവിക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരക്കി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ്. അതുപോലെ തന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ്, ഒരു 10-12 എണ്ണം കാണും അണ്ടിപ്പരിപ്പും, അതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. കുറുമയിൽ നമ്മളെപ്പോഴും തേങ്ങയും അണ്ടിപ്പരിപ്പും പെരുംജീരകവും കൂടി അരച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ പീസും ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്, കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഉടച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഈ കടല ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോൾ 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട അതിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല, അതുകൊണ്ട് പച്ചമുളകും കുരുമുളകുമാണ് കൂടുതൽ വേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തീർന്നു, ഇത് ഫ്രോസൺ കറിവേപ്പിലയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് വളരെ കനം കുറച്ചിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി അരിഞ്ഞതാണ്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതി. തക്കാളി ഒരുപാട് വേണ്ട, തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എരിവിനാവശ്യമുള്ള പച്ചമുളകും കുരുമുളകും ചേർക്കാൻ മറക്കരുത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും വലിയ ജീരകവും കൂടെ ഉള്ള പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറ് കഴിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നതും കുഴപ്പമില്ല. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ നമ്മൾ വറക്കാതെയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അരപ്പിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വെള്ളം വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എരിവും ഉപ്പും ഒക്കെ ഈ സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ നമ്മളിപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തേങ്ങയാണ്ട് പിരിഞ്ഞൊന്നും പോവില്ല, നന്നായിട്ട് തന്നെ വരും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയിൽ നിന്ന് ഒരു നുള്ള് ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ളൊരു കടലക്കുറുമയാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെയോ ചിക്കൻ കുറുമയുടെ ഒക്കെ ടേസ്റ്റ് തരുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ സോഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതും കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംബോയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്